ചതിച്ചതാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഹായ് ഗായ്സിൻ്റെ ഇടച്ച് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലാന്ന്. ഈ ഷോയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇതൊരു സൂപ്പർ എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആയിരിക്കും, കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാമെന്നൊക്കെ. ബട്ട് ആക്ച്വലി ഇതൊരു ജേണലാണ്. ഞാൻ പറയാൻ പോകുന്നത് അൺബോക്സിങ്ങിൻ്റെ സ്റ്റോറി അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയണേ, ഞാൻ സിമ്പിളൊരു കാര്യം പറയാം. തിങ്ക് ബിഫോർ യു ഡു. ഞാൻ പഠിച്ച പാഠമാണിത്. ആക്ച്വലി ഇതാണെന്ന് വെച്ചാൽ ഞാൻ ആമസോണിൽ നിന്ന് ഒരു കൊറിയർ വാങ്ങിച്ചത്. ഞാൻ റിവ്യൂ നോക്കിയില്ല. അവിടെ അതിൻ്റെ മുകളിൽ മത്തങ്ങ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് 12 pages ഓൺലി. ബട്ട് ഞാനത് കാണാതെ ഞാൻ പഴയ ബുക്കിൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഞാൻ വാങ്ങിച്ച ഒരു ജേണലാണ്. എന്താ പറയണേ, ജേണലിൻ്റെ പേജസിൻ്റെ ഒന്നും ആവില്ല. എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റീഫണ്ട് കൊടുത്താൽ കിട്ടുമോ എന്നുള്ളത് ഒരു സങ്കടം. ആൻഡ് ദ സെക്കൻഡ് സങ്കടം മീൻസ് എന്താ പറയുക, ഞാൻ ഇനി എടുത്ത് ചാടുവാണല്ലോ 2026 ഒന്ന് നന്നാക്കണമെന്ന് വിചാരിച്ച് ഇന്നും കൂടെ കൂട്ടി. ആക്ച്വലി ഇത് 7ാമത്തെ ദിവസമാണ്. വലിയ മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ വോട്ട് അതൊക്കെ തന്നെ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊക്കെ ആലോചിക്കുക. തിങ്ക് 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 അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ റീഫണ്ട് വരുമായിരിക്കും, വരേണ്ടതാണ്. അപ്പം എല്ലാവർക്കും ഓക്കെ അല്ലേ? ജേർണിയൊക്കെ നല്ലപോലെ പോകുന്നല്ലോ അല്ലേ? അപ്പം ശരി, ഓക്കെ, ബായ്. ബുക്ക് വാങ്ങിച്ച സങ്കടത്തിൽ ഞാൻ ഒന്ന് പോയിരുന്ന് കരയട്ടെ. കരഞ്ഞിരുന്ന് കഴിഞ്ഞാൽ റെഡി ആകുമായിരിക്കും. അപ്പം ശരി.